Morning, boys. Good morning, Chago uncle. എനിക്കൊരു മുട്ടായി തന്നെ. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. മിഠായി ബാഗിലാ, പോക്കറ്റിൽ മനസ്സുണ്ട്. അത് മതിയോ? അത് മതി. ഇന്ന് ഇവന്റെ ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ മെൽവിൻ. താങ്ക് യു അങ്കിൾ. മെൽവിൻ.
എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞില്ല ടീച്ചറെ. കഴിഞ്ഞു ടീച്ചറെ. ഇനി എല്ലാവരും പുസ്തകങ്ങളൊക്കെ അടച്ചു വെച്ചോളൂ. പ്രിയ കൂട്ടുകാരെ, ഈ സ്കൂളിലെ അവസാനത്തെ ക്ലാസ്സിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. നാളെ മുതൽ റിവിഷനും അടുത്തയാഴ്ച പരീക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നല്ലപോലെ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അതോടൊപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതെന്താണ്? അതെ, ഇതൊരു തൂവലാണ്. പേരറിയാത്ത ഏതോ ഒരു കിളിയുടെ തൂവൽ. ഒരു കിളി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ തൂവൽ. അതുപോലെ നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് വേണ്ടേ? എന്താ അതിനൊരു മാർഗം? തെളിവായി ടീച്ചറിൽ പേരെഴുതിയാൽ എന്താ ബാക്ക് ബെഞ്ചിലെ സംസാരം? മെൽവിൻ, എന്താ ഷാരോൺ പറഞ്ഞത്? തെളിവായിട്ട് ഈ ചുമരിൽ പേരെഴുതിയാൽ പോരേന്ന്. അടുത്ത വർഷം പെയിന്റ് അടിക്കുമ്പോൾ അത് മാഞ്ഞു പോവില്ലേ ഷാരോൺ? നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചിരുന്നു തെളിയിക്കാൻ ഒരു എളുപ്പമാർഗം ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ വിട്ടുപോകുന്നതിന് മുമ്പ് ചെറിയൊരു സമ്മാനം ഈ സ്കൂളിന് നൽകുക. നിങ്ങളെ ഓർമ്മിക്കാൻ ആ സമ്മാനം ഇടവരുത്തും. ടീച്ചറെ, ഞങ്ങൾ എന്ത് സമ്മാനമാണ് തരേണ്ടത്? അതെന്താണെന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഈ സ്കൂളും ഇതിൻ്റെ പരിസരവും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താനാവും എന്താണ് നൽകേണ്ടതെന്ന്. ടീച്ചറെ, ഞങ്ങളെയും മുറ്റത്തൊരു മരുന്ന് നട്ടാലോ? ഞങ്ങളവിടെ പഠിച്ചതിന് അതൊരു തെളിവാകില്ലേ? തീർച്ചയായും. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഓരോന്ന് കണ്ടെത്തണം. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഈ കാര്യം വീട്ടിൽ പോയി പറയണം. വീട്ടുകാർ കൂടി സമ്മതമാണെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റുമായി അടുത്ത വെള്ളിയാഴ്ച വരണം. ടീച്ചറെ, ഗേൾസിന്റെ ഭാഗത്തു നിന്നൊരു ഗിഫ്റ്റ്, ബോയ്സിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ഗിഫ്റ്റ്, ഇത് മതിയാവുമല്ലോ? അതല്ല നിങ്ങളുടെ ഇഷ്ടം. ടീച്ചറെ, സമ്മാനം തരുന്നത് ഓരോ ബെഞ്ചടിസ്ഥാനത്തിലായാലോ? അങ്ങനെ ആയാലും മതി. എങ്കിൽ നിങ്ങൾ ഓരോ ബെഞ്ചുകാർ ചർച്ച ചെയ്യുക. എന്താണ് നൽകേണ്ടതെന്ന് കണ്ടുപിടിക്കുക. അതെന്ത് തന്നെ ആയാലും അത് തിരഞ്ഞെടുക്കാനുള്ള കാരണവും അന്ന് വ്യക്തമാക്കണം. എടാ ഷാരോണെ, നമ്മളെന്താ വാങ്ങിക്കൊടുക്കുക? വെറൈറ്റിയായി എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ നമ്മളെ എല്ലാവരും ഓർക്കും. ബെല്ലടിച്ചത് കേട്ടില്ലേ? ക്ലാസ്സിൽ പോ. നീ എവിടെ പോവാ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ടീച്ചറെ, എൻ്റെ ഒരു കൊന്ത നഷ്ടപ്പെട്ടു പോയി. ആർക്കെങ്കിലും കിട്ടിയായിരുന്നു? ഇല്ല ചാക്കോ ചേട്ടാ, എൻ്റെ കയ്യിൽ ആരും കൊണ്ട് തന്നിട്ടില്ല. സ്റ്റാഫ് റൂമിൽ പറഞ്ഞു കേട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഹെഡ് മാസ്റ്റർ അടുത്തുകൂടി അന്വേഷിച്ച് നോക്കാം. ഷാരോൺ, ഈ ബുക്ക് കൊണ്ട് ക്ലാസ് കൊണ്ടുവയ്ക്ക്. ഞാനിതാ വരുന്നു. വാ ചോക്ക ചേട്ടാ, നമുക്ക് പോയി അന്വേഷിക്കാം. ഹെഡ് മാസ്റ്റർ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ? അന്വേഷിക്കാൻ കണ്ടെത്തുമെന്നല്ലേ? വരൂ. വാടാ, വന്ന് കുളിക്കടാ. ആദ്യത്തിനും മെൽവിനും അഭിനവും തന്ന 300 രൂപ ഞാൻ പപ്പയ്ക്ക് തന്നതല്ലേ? എന്നിട്ടും എന്തേ പപ്പ ഇന്നും കുട വാങ്ങിക്കൊണ്ടുവരാത്തത്? ഞാൻ പറയുന്നത് പപ്പ കേട്ടോ? എന്റെ ഷാരോണെ, ഇതെന്നെ പറഞ്ഞിരിക്കാതെ കുളിക്കാൻ വാ. പപ്പ ഇന്ന് വാങ്ങിക്കൊണ്ടുവരുമെന്ന് പ്രോമിസ് ചെയ്തല്ലേ, എന്നിട്ട് ഇന്നും വാങ്ങിക്കൊണ്ടുവന്നില്ല. ഉറപ്പായും ഞാൻ നാളെ വാങ്ങിക്കൊണ്ടുവരും. ഉറപ്പാണല്ലോ? നാളെ ഉച്ചയ്ക്ക് മോന്റെ സ്കൂളിലെത്തിക്കും. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പായി വാങ്ങിക്കൊണ്ടുവരും. വാ. നീ ആരെ കാത്ത് നിൽക്കുകയാടാ? പപ്പ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു. ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ കയറാൻ തുടങ്ങി. മോൻ പോയാൻ പൊക്കോ. ടീച്ചറെ, വാ ഷാരോൺ.
ഡാ എന്തായി? ഡാ പപ്പ വന്നില്ലേ? ഇല്ല. ആകെ നാണക്കേടായല്ലോ. എന്താ ബാക്ക് ബെഞ്ചിലൊരു സംസാരം? ഒന്നുമില്ല ടീച്ചറെ. നമ്മുടെ സെൻഡ് ഓഫ് പാർട്ടി ആരംഭിക്കാം. ക്ലാസ് ലീഡറായി അന്ന റോസ് വന്ന് കേക്ക് മുറിക്കേ. അടുത്തതായി ഉപകാര സമർപ്പണമാണ്. ഓരോ ബെഞ്ചിലെയും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വന്ന് ഉപകാരം സമർപ്പിക്കാവുന്നതാണ്. ഏതൊരു ക്ലാസ് റൂമും മനം അടുപ്പിക്കുന്ന ഒന്നാണ് ഡസ്റ്റർ. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ഡസ്റ്ററാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ വിലപ്പെട്ടതാണ് സമയം. അതുകൊണ്ട് സമയം അറിയിക്കുന്ന ക്ലോക്കാണ് ഞങ്ങൾ സമ്മാനമായി നൽകുന്നത്. ഈ വെയിലിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് മരം. ഞങ്ങൾ സെക്കൻഡ് ബെഞ്ചുകാർ ഒരു മരത്തെ സമർപ്പിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് സ്കൂൾ ലൈബ്രറിയിലേക്കായി കുറച്ച് നല്ല പുസ്തകങ്ങളാണ് സമർപ്പിക്കുന്നത്. ഞങ്ങൾ ഈ സ്കൂളിലേക്ക് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളാണ് സമർപ്പിക്കുന്നത്. ടീച്ചറെ, ഞങ്ങളൊരു കൂടെ വാങ്ങിത്തരണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ വാങ്ങാൻ പറ്റിയില്ല. സാരമില്ല കേട്ടോ. കുട വാങ്ങാനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കുട തിരഞ്ഞെടുത്തത്? ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കാണുന്നതാണ് ചാക്കോ അങ്കിളിനെ. നല്ല വെയിൽ കൊണ്ടാണ് അങ്കിൾ ഉച്ച നേരത്ത് ഗേറ്റിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്കിളിന് കുട വാങ്ങാൻ വിചാരിച്ചത്. ഷാരോന്റെ പപ്പ കുടയുമായി വരാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഇതുവരെ വന്നില്ല. മേൽബി പോയിരുന്നോളൂ. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു ക്ലാസ്സാണ് 4A. പഠനത്തിൻ്റെ കാര്യത്തിലും മറ്റ് ആക്ടിവിറ്റികളുടെ കാര്യത്തിലും നിങ്ങൾ ഏറെ മുൻപന്തിയിലാണ്. ഈ ഉപകാര സമർപ്പണവും അതിൻ്റെ അടയാളമാണ്. നിങ്ങൾ ഇവിടെ സമർപ്പിച്ച സമ്മാനത്തെക്കാളും എന്നെ സ്പർശിച്ചത് സമർപ്പിക്കാതെ പോയ ഒരു സമ്മാനമാണ്. ബാക്ക് ബെഞ്ചുകാരുടെ സമ്മാനം. ബാക്ക് ബെഞ്ചുകാർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അറിവ് പകർന്നു നൽകുന്ന ഇടങ്ങളാണ് വിദ്യാലയം. അറിവിനോടൊപ്പം തിരിച്ചറിവ് കൂടി നേടുമ്പോഴാണ് ഓരോ വിദ്യാർത്ഥികളും പ്രാപ്തരായി മാറുന്നത്. ചാക്കോച്ചട്ടൻ കൊള്ളുന്നവയിൽ നിങ്ങൾക്ക് കൂടിയാണ് തിരിച്ചറിവിൽ നിന്നാണല്ലോ അദ്ദേഹത്തിന് ഒരു കുട വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചത്. അത്ര നല്ല തീരുമാനത്തിന് നിങ്ങൾ കയ്യടി അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കയ്യടിക്കാം. ഇതിന് എന്തിനാ? ഇവൻ്റെ പപ്പ കുട കൊണ്ടുവരുമ്പോൾ പൊതിയാൻ വേണ്ടി വീട്ടിൽ നിന്ന് എടുത്തതാ. ഇനി ഇത് കളഞ്ഞേക്കാം. വീട്ടിൽ കൊണ്ടുപോയ വീട്ടുകാർ കളിയാക്കും. ഡാ, അത് കളയണ്ട. എൻ്റെ പപ്പ എന്തായാലും കൂടെ കൊണ്ടുവരും. അന്ന് അത് പൊതിഞ്ഞു കൊടുക്കാം. എന്ന് കൊണ്ടുവരുന്ന നീ പറയണേ. കൊണ്ടുവരൂടാ. മരിക്കാൻ നേരത്തെ നേർപ്പിച്ച ആ കൊന്ത നിലത്ത് പോലും വെക്കാതെ ഞാൻ കൊണ്ടുവരുന്ന കഴിഞ്ഞ ദിവസം അത് നഷ്ടപ്പെട്ടു.
ഇതാ ചേട്ടാ ഞങ്ങളെ വകി ഒരു ചെറിയ സമ്മാനം. മോനെ പപ്പ ഇതാ ഇതാ മോനെ കൊടാ. ടീച്ചറെ എന്താ ഷാരോൺ? ടീച്ചർ എൻ്റെ പപ്പ വന്നു. പപ്പ വരാൻ വൈകിയപ്പോൾ ഷാരോൺ ഒത്തിരി വിഷമിച്ചല്ലേ? സാരമില്ല കേട്ടോ, ചാക്കോച്ചേട്ടൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുട കൊടുത്തിട്ട് വരാം. അങ്കളെ കൊട. ചാക്കോച്ചേട്ടാ, 4 ഏക്കാറിൻ്റെ ചെറിയൊരു സമ്മാനം.